ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സബ്ജക്റ്റ്, ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ഒരു വണ്ടി ജംഗ്ഷനിൽ ലെഫ്റ്റ് റൈറ്റ് ടേണുകൾ എടുക്കാൻ വളരെയധികം പേടിയാണ്. ഒന്നെങ്കിൽ ലെഫ്റ്റ് ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ വണ്ടി റോഡിൻ്റെ സെൻറ്ററിൽ പോകും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വാഹനം പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ മുന്നിലായിട്ടൊരു ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷനിൽ നമ്മൾ ആദ്യമായിട്ട് റൈറ്റ് ടേൺ എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ റൈറ്റ് ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഒരു ജംഗ്ഷനിൽ നിങ്ങൾ ടേൺ എടുക്കുമ്പോൾ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ടേൺ എടുക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇൻഡിക്കേറ്റർ കൊടുക്കുക. ഇനി റൈറ്റ് ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. അതായത് ജംഗ്ഷനോട് നമ്മുടെ വാഹനം എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജംഗ്ഷനിൽ വന്നതിന് ശേഷം നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള മിറർ അല്ലെങ്കിൽ എ പില്ലറിനോട് ചേർന്ന് റൈറ്റ് സൈഡിലെ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കാണണം, നേരെ. അതായത് നമ്മൾ മിറർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന, അതായത് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മിററിൽ നോക്കുമ്പോൾ ആ ഒരു റോഡ് നേരെ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ വാഹനം വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ടേൺ ചെയ്ത് കൊടുക്കുക. ടേൺ ചെയ്ത് കൊടുത്തിട്ടും വാഹനം തിരിയുന്നില്ലെങ്കിൽ വീണ്ടും നിങ്ങളൊരു അര റൗണ്ടും കൂടെ സ്റ്റിയറിംഗ് ടേൺ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ലെഫ്റ്റ് എടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ലെഫ്റ്റ് എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വന്നതിന് ശേഷം ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ ആദ്യമായിട്ട് ഇൻഡിക്കേറ്റർ ഇടുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലെ മിറർ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള എ പില്ലർ കൃത്യമായിട്ട് നമ്മൾ ടേൺ ചെയ്യാൻ തുടങ്ങുന്ന റോഡ് കൃത്യമായിട്ട് നേരെ വരുന്ന ആ ഒരു സ്പേസിൽ നിങ്ങൾ സ്റ്റിയറിംഗ് ആദ്യമായിട്ട് ഒരു റൗണ്ട് ടേൺ ചെയ്ത് കൊടുക്കുക. ടേൺ ചെയ്തിട്ടും വണ്ടി മൊത്തത്തിൽ തിരിഞ്ഞ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു അര റൗണ്ടും കൂടെ സ്റ്റിയറിംഗ് ടേൺ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചെയ്യേണ്ട രീതി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനതേ വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടും വണ്ടി ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് റൈറ്റ് ടേൺ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ റൈറ്റ് ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വണ്ടി റോഡിൻ്റെ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് നമ്മൾ വരുന്നു. ഇനി നമ്മളിപ്പോൾ ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത്. സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു. ശേഷം ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്ത വണ്ടി കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ജംഗ്ഷനിലേക്ക് വന്നു. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നമുക്ക് റൈറ്റ് ടേൺ എടുക്കണം. റൈറ്റ് ടേണിൽ കാണുന്ന ആ ഒരു റോഡ് കൃത്യമായിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മിററുമായിട്ട് നേരെ വരുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ടേൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു ശകലം കൂടെ മുന്നോട്ട് കയറണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഞാനിത് ഒരു റൗണ്ട് കറക്കി. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ തിരിച്ചു കൊടുക്കുക. വേണ്ട, വീണ്ടും ഞാൻ റിട്ടേൺ ചെയ്ത് ഒരു റൗണ്ട് കറക്കിയപ്പോൾ, ലെഫ്റ്റിലേക്ക് കറക്കിയപ്പോൾ വണ്ടി കൃത്യമായിട്ടും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. സ്റ്റിയറിംഗ് കൺട്രോൾ ഒരു റൗണ്ട് അല്ലെങ്കിൽ 1.5 റൗണ്ട് കറക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും സ്റ്റിയറിംഗ് ടേൺ ചെയ്ത് വരുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ എടുത്ത ആ ഒരു പ്ലേസിൽ ചെന്നിട്ട് നമുക്ക് ലെഫ്റ്റ് ടേൺ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇതേ ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. നമുക്കിതേ ഇവിടെ തന്നെ ലെഫ്റ്റ് ടേൺ എടുക്കാം. അപ്പോൾ നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അവിടെ 1-2 വാഹനങ്ങൾ വന്ന്, ഓക്കെ, തിരക്കുണ്ട്. ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മിറർ ലെഫ്റ്റ് സൈഡിലെ റോഡിലേക്ക് നേരെ വരുന്ന രീതിയിൽ വണ്ടി വന്നതിന് ശേഷം ഒരു റൗണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് ഫസ്റ്റ് ടേൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ കുറച്ചും കൂടി ടേൺ ചെയ്യണം. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1.5 റൗണ്ട് ടേൺ ചെയ്തു. അത് തന്നെ ഞാൻ വീണ്ടും നിവർത്തി നേരെയാക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ടേണും വളരെ എളുപ്പത്തിൽ എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ ലെഫ്റ്റ് ടേൺ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിത് ഇവിടെ ഒരിടത്ത് വണ്ടി ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ലെഫ്റ്റ് ടേൺ എടുത്ത് നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. വാഹനം ഇതേ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നോക്കുക. കുറച്ചും കൂടെ മുന്നോട്ട് വരിക. നിങ്ങൾ ആ മിറർ നോക്കുക. കണ്ടില്ലേ, ഇപ്പോൾ കൃത്യമായിട്ട് ആ റോഡിൻ്റെ എൻഡും ആ മിററിൻ്റെ എൻഡും കൃത്യമായിട്ടും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, സ്റ്റിയറിംഗ് ഒരു റൗണ്ട് മൊത്തത്തിൽ കറക്കുന്നു. ശേഷം നിങ്ങൾ വാഹനം മുന്നോട്ടെടുത്ത് നോക്കുക. തിരിഞ്ഞ് കിട്ടുന്നില്ല. അപ്പോൾ ഒരു അര റൗണ്ടും കൂടെ സ്റ്റിയറിംഗ്. ഓക്കെ, ഇപ്പോൾ വാഹനം തിരിഞ്ഞ് കിട്ടിയതിന് ശേഷം വീണ്ടും നിങ്ങൾ ഒരു റൗണ്ട് കറക്കുന്നു. അതിന് ശേഷം ഒരു അര റൗണ്ടും കൂടെ കറക്കുമ്പോൾ വാഹനം കൃത്യമായിട്ടും
സ്ട്രെയിറ്റ് റോഡിൽ നേരെ വരുന്നു. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ ലെഫ്റ്റ് ടേൺ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.